രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. ആദ്യഘട്ടത്തിൽ 70.91%, രണ്ടാം ഘട്ടത്തിൽ 75.75% പോളിംഗ് നടന്നു. 13-ാം തീയതി ശനിയാഴ്ചയാണ് ഫലപ്രഖ്യാപനം. ആദ്യ ഫലസൂചന 8:30 ലഭ്യമാകും. രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ 73.51% പോളിംഗ് നടന്നതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 70.91%, രണ്ടാം ഘട്ടത്തിൽ 75.75% പോളിംഗ് നടന്നു. ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് ഈ തെരഞ്ഞെടുപ്പിലാണ്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നത്. വടക്കൻ കേരളത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിച്ചു. ഇതേവരെ ലഭിച്ച കണക്ക് പ്രകാരം 73.51% പോളിംഗ് പെർസെൻറ്റേജ്. ഫസ്റ്റ് ഫേസിൽ 70.91% ആയിരുന്നു. സെക്കൻഡ് ഫേസിൽ ഇതേവരെയുള്ള കണക്ക് പ്രകാരം 75.74% ആകെയുള്ള പോളിംഗ് പെർസെൻറ്റേജ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം 1995 മുതൽ ഇതേവരെ നടത്തിയ 7 പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്തത് ഈ പൊതു തെരഞ്ഞെടുപ്പിലായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിതോരണങ്ങൾ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ നീക്കം ചെയ്യണം. അല്ലാത്ത പക്ഷം അത് നീക്കം ചെയ്യുവാനുള്ള ചിലവ് സ്ഥാനാർത്ഥികളിൽ നിന്ന് ഈടാക്കും. അന്തിമ ഫലപ്രഖ്യാപനം വരുന്ന 13-ാം തീയതി ശനിയാഴ്ച നടക്കും. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ച് 8:30 ആദ്യ ഫലസൂചനകൾ ലഭിക്കും. ഡിസംബർ 21-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ. ജനം, തിരുവനന്തപുരം.